ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പതിപോലെ തന്നെ ഞാൻ ഇന്നത് ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മുത്തുമണികളെ, ഞാൻ ഇന്ന് എല്ലാവരോടും ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങളെ സമയമൊക്കെ കളഞ്ഞ് ഞങ്ങളുടെ വീഡിയോ ഒക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്കൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടും ചിക്കനാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച മേടിച്ച ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ട്. ഞായറാഴ്ചയല്ല, ശനിയാഴ്ച മേടിച്ചത്. അപ്പോൾ ആ ചിക്കൻ ഇന്നിപ്പോൾ കുറച്ച് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാനിവിടെ നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പൊക്കെ പരട്ടിയിട്ട് കുറച്ച് കേട്ടോ, നമ്മൾ കറിയിൽ ചേർക്കുന്നതിൽ ഒരു പകുതി കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് മസാലയൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതേ സബോളയൊക്കെ ഒന്ന് കുക്കറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേസ്റ്റും സബോളയും ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നായി വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഒക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വാടി വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ ഇതേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ കുക്കറിൽ വെച്ചാന്ന് നമുക്ക് തോന്നില്ല കേട്ടോ. മറ്റേതാകുമ്പോൾ നമുക്കൊരു എരിവും പുളിയും പിടിക്കാത്തൊരു ടേസ്റ്റ് തോന്നും. ഇതിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ ചിക്കന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ അതൊന്ന് ഇതായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കനേ ഉള്ളൂ, നമുക്ക് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആ ചിക്കനിലുള്ള വെള്ളം കൂടി ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്ന് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതേ ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് കേട്ടോ മെയിൻ കാര്യം, ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് മറന്നുപോയി. നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ കുറച്ചുള്ളത് കാരണം കൊണ്ട് അധികം നമുക്ക് വേണ്ട, മസാലയിലേക്കുള്ളത് കുറച്ച് മാത്രം മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അങ്ങനെ കുക്കറൊന്ന് അടച്ച് വെച്ച് ഞാൻ 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, എയറൊക്കെ പോയി ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനി നമുക്ക് നാളികേരം ഒന്ന് ചിരവിയെടുക്കാം കേട്ടോ പുട്ടുണ്ടാക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ഗാലറിയിൽ നമ്മൾ സേവ് ചെയ്ത് നോക്കുന്ന സമയത്ത് വോയിസ് ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഭാഗത്ത്. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വീഡിയോ കണ്ട് പിന്നെ കമൻറ്റ് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ നോക്കി. പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു വീഡിയോയിൽ ഫസ്റ്റ് വോയിസ് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കുറച്ച് വോയിസ് അങ്ങോട്ട് കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടായിരുന്നു. പിന്നെയാണ് ഞാൻ അവിടെ പിൻ ചെയ്തതൊക്കെ അവർ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ അങ്ങനത്തെ ഒരു അബദ്ധം കൂടി പറ്റിപ്പോയിട്ട് എന്താ സംഭവം എന്നറിയുന്നില്ല കേട്ടോ. അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരുന്നു തന്നെ പിന്നെ വീഡിയോ കുറേ പേര് കണ്ടും കഴിഞ്ഞു, ഡിലീറ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടതാണ്. കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ പുട്ട് ആദ്യത്തെ സ്റ്റെപ്പ് പുട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പുട്ടും കൂടി അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ പുട്ട് അവിടെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. മക്കൾ റസ്ക്കും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ പുട്ടൊക്കെ അങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പുട്ടൊക്കെ റെഡി ആയപ്പോൾ ഒരു കഷ്ണം പുട്ട് ഇതിലെടുത്തിട്ട് പോയി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ചിക്കനൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സുഡാപ്പീനെ ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ വണ്ടി വരാനായിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണിക്കുന്നത് സുഡാപ്പിന് സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം പിന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. എന്താ വെച്ചാൽ പിന്നെ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നും കുറച്ചും കൂടി പണി ഉണ്ടായിരുന്നു കേട്ടോ, ഒതുക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് വേറെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ കറിയുള്ള കാരണം വേറെ കറിയുടെ ആവശ്യം ഉപ്പേരിയൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും വേണമെങ്കിൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ 4 മണിയായപ്പോൾ ഞാനിത് കുറച്ച് ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നാളികേരം അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് ചിരവി എടുത്തത് അവലൊന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾ വരുമ്പോൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ പണികളുള്ളത് കാരണം കൊണ്ട് തന്നെ വേറെ ഇനിയിപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കലൊന്നും നടക്കില്ല. ഇതാകുമ്പോൾ കുറച്ച് നാളികേരം ചിരവിട്ട് കുറച്ച് പഞ്ചസാരയോ ശർക്കര എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ സെറ്റാവും. അങ്ങനെ ഇപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് ഞാൻ അവലൊക്കെ അവിടെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ കട്ടൻ ചായ എണ്ണയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ കട്ടൻ ചായയിൽ അവർക്ക് ഹോർലിക്സ് ഇട്ട് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ കട്ടൻ ചായയിൽ കുറച്ച് ഹോർലിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുടിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല കേട്ടോ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ കട്ടൻ ചായയാണ് കേട്ടോ കുടിച്ചത്. അവർക്ക് ഹോർലിക്സ് ഇട്ട് കൊടുത്തു, പക്ഷേ ഞാൻ വെറും കട്ടൻ ചായയാണ് കേട്ടോ കുടിച്ചത്. അങ്ങനെ അവിലൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പാത്രങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ വന്നിട്ടില്ല കേട്ടോ, ഇതിൽ വരാറാവുന്നേ ഉള്ളൂ കേട്ടോ. ഇവർ സുഡാപ്പി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും വരില്ല. അങ്ങനെ പാത്തൂസിനും സുഡാപ്പിനും ഞാനൊരു രണ്ടാൾക്കും ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവർ ചായ കുടിക്കാനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിലെടുത്തിട്ട് അവർ ഓടിപ്പോയിട്ട് ആദ്യം തന്നെ അവലും കൊണ്ട് അവിടെ ടി വിയുടെ മുമ്പിൽ പോയിരിക്കുന്നുണ്ട്. സുഡാപ്പി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കണ്ടവിടെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ ട്യൂഷന് പോകും. പിന്നെ ട്യൂഷൻ പോയി വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കും, പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഞാനും ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് ആദ്യം അവർക്ക് തണുത്ത ചായ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാനൊന്ന് എൻ്റെ ചായ ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സുഡാപ്പിനെ പോയി വിളിച്ച് വരുമ്പോഴേക്കും അങ്ങനെ അവരുടെ കൂടെ ഞാനും ചായ കുടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.